കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ വലിയ ഒന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. AK ഫാൻസ് ആണെങ്കിൽ നല്ല പോലെ എൻജോയ് ചെയ്യും. വെറുപ്പിക്കലൊന്നുമില്ല, ലാഗോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പുള്ളിയുടെ കഴിഞ്ഞ വിടയമൂർച്ചയും കാട്ടി വേറെ തന്നെ. ഫാൻസ് അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ പാടായിരിക്കും. മുമ്പുള്ള സിനിമകളെല്ലാം കണ്ടവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഫാൻസിനൊക്കെ ശരിക്കും പറഞ്ഞ് എണീറ്റ് നിന്ന് കൈയടിക്കാൻ കണക്ക് അടിച്ചു പൊളിക്കാൻ കണക്കുള്ള പരിപാടിയാണ്. ഫാൻസിനാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ ഓഡിയൻസിനൊന്നും വന്നിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ വലിയ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? നോർമലോടെ. കഥയൊന്നുമില്ല, എന്നാലും അജിത്തിനെ കാണാം, അത്ര തന്നെ. കുഴപ്പമില്ല ബ്രോ, കാണാം. നല്ല പടം, അടിപൊളി. ഫാൻസിന് ഇഷ്ടപ്പെടും. ഓക്കെയാണ്. നല്ല പടം. നോർമൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ്, ഫാൻസിന് വേണ്ടിയുള്ള പടമാണ്. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ഇത് ഫാൻസിന് മാത്രമായിട്ടുള്ള പടമാണ്. സ്ക്രിപ്റ്റ് വൈസ് ഇല്ല, പക്ഷേ ഫുൾ ഫാൻസിന് വേണ്ടിയിട്ടുള്ളത്. നോർമൽ ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടും. AK ഫാൻസിന് എല്ലാം ഇഷ്ടം. നോർമലി പോയാലും ഇഷ്ടപ്പെടും, പക്ഷേ AKയുടെ ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ. മൊത്തം റെഫറൻസ് ആണ് പടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. AK ഫാൻസ് ആണെങ്കിൽ നല്ല പോലെ എൻജോയ് ചെയ്യും. ഗുഡ് ബാഡ് ബെഡ് അഡ്ലി പടം, അജിതിൻ്റെ പടം കൊള്ളാം, അടിപൊളി, നല്ല പടം, നല്ല പടം, തല വേറെ ലെവൽ, ഫാൻസിക്ക് தான். படம் சூப்பராக இருக்கு, கதை நல்லா இருக்காது. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല, ഒരു ഫാൻ ബോയ് സംഭവം. നമ്മൾ ലോജിക്കോടെ വന്നിരുന്ന് കാണരുത്, അല്ലാതെ നമ്മളെ മാർക്ക് ആൻ്റണിയൊക്കെ കണ്ടില്ല, അതേപോലെ വന്നിരുന്ന് കണ്ടാൽ കുഴപ്പമില്ല. വെറുപ്പിക്കലൊന്നുമില്ല, ലാഗോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പുള്ളിയുടെ കഴിഞ്ഞ വിടയമൂർച്ചയും കാട്ടി വേറെ തന്നെ. നോർമൽ ഓഡിയൻസിന്, ഫാമിലിക്ക് എനിക്ക് അറിയത്തില്ല, നമ്മളെ യൂത്തിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെടുമായിരിക്കാം. അഴിഞ്ഞാട്ടം തന്നെ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഒരു ആവറേജ് സിനിമയായിരുന്നു. എക്സ്പെക്ടേഷൻ്റെ അത്ര ഇല്ലായിരുന്നു. ഏകദേശം നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു അജിത്തിൻ്റെ സിനിമ ഇറങ്ങുന്നത്. ഒരു എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്ര ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു, കാണാൻ പറ്റുമായിരുന്നു. കൊള്ളായിരുന്നു, നല്ല മൂവി. ഗുഡ് ബാഡ് അഗ്ലി ഇത് ലോജിക്കൊന്നുമില്ല, പക്ഷെ അജിത്ത് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കാണാനായിട്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ട്, സൂപ്പറായിട്ടുണ്ട്. ലാസ്റ്റത്തെ മറ്റേ കാറിൻ്റെ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിബ്യൂട്ടാണ് പടം. പിന്നെ അജിത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അപാരമാണ്. ഒരു മടിപ്പീരും അങ്ങനെയൊന്നുമില്ല, ഫുള്ള് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു പടമാണ്, അടിപൊളി പടമാണ്. തിയേറ്റർ വായിച്ചാണ് നല്ല ഫാൻസിന് കിടിലുമായിട്ട് എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ഇതാണ്. ഫാൻസിനൊക്കെ ശരിക്കും പറഞ്ഞ് എണീറ്റ് നിന്ന് കൈയടിക്കാൻ കണക്ക് അടിച്ചു പൊളിക്കാൻ കണക്കുള്ള പരിപാടിയാണ്. മൊത്തത്തിൽ അടിപൊളി പടം, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്, നല്ല അടിപൊളി മാസ് പടമാണ്. കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം, തല സൂപ്പർ. ടൈം പാസിന് കണ്ടിരിക്കാം, ടൈം പാസ്സാണ്, സമയം പോണെന്ന് അറിയില്ല, ലാഗെന്ന് പറഞ്ഞ സാധനം ഇല്ല. കൊള്ളാം കേട്ടോ, നല്ല പടം, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. അങ്ങനെ കഥയൊന്നുമില്ല, ടൈം പാസിന് കാണാം. അജിത്തിൻ്റെ വിളയാട്ടം. അതെ, നോർമൽ ഫാൻസ് അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ പാടായിരിക്കും. മുമ്പുള്ള സിനിമകളെല്ലാം കണ്ടവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. എങ്ങനെ? കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ കിടിലം അജിത്തിൻ്റെ